വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു ചീരത്തോരൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. നിങ്ങളൊക്കെ ചീരത്തോരൻ വെക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റേതായ രീതിയിൽ ഞാൻ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ. ആദ്യം ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അല്ലേ. അയൺ കണ്ടൻറ്റ് അടങ്ങിയതിനാൽ രക്തം ഉണ്ടാവാനും അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനും എല്ല്, പല്ല്, കണ്ണ് അതിനൊക്കെ നല്ലതാണ് കേട്ടോ. അത് ധാരാളം ഫൈബർ അടങ്ങിയതുകൊണ്ട് തന്നെ ദഹന പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാറിക്കിട്ടും കേട്ടോ. ഇത് കഴിക്കാൻ പാടില്ലാത്തത് കിഡ്നി സ്റ്റോണൊക്കെ ഉള്ളവരാണ് കേട്ടോ. ഞാൻ അതിലേക്ക് ചേർക്കുന്നത് ഒരു പച്ചമുളകും അതുപോലെ തന്നെ ഒരു വലിയുള്ളിയും കൂടെയാണ് കേട്ടോ. ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാൻ അതിൽ ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നേരത്തെ നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ച പച്ചമുളകും വലിയുള്ളി ഇതിൽ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അതൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഞാൻ കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം നന്നായിട്ട് ഇളക്കുക കേട്ടോ. കയ്യിലെടുത്തിട്ട് ഉപ്പ് പാകത്തിന് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിട്ടപ്പോൾ കുറച്ച് കൂടിയ പോലെ എനിക്ക് തോന്നിയിരുന്നു കേട്ടോ. നേരത്തെ കഴുകി മാറ്റി വെച്ച ചീര നമ്മളിതിൽ ചേർത്ത് കൊടുക്കുകയാണ്. ചീരയൊക്കെ ഒന്ന് ചേർത്തിട്ട് ഒന്ന് അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ. നല്ലൊരു അടപ്പ് എടുത്തിട്ട് അടച്ച് വെക്കുക. അതിന് ശേഷം ഞാൻ കയ്യിലെടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ചീര ചേർത്ത് കൊടുക്കുമ്പോൾ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അതിൽ തന്നെ വെള്ളം ഉണ്ടാവും. കയ്യിൽ കൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. ഉപ്പ് എല്ലായിടത്തേക്കും എത്താൻ വേണ്ടിയിട്ടാണ്. അതിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റിയതിന് ശേഷം നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. തേങ്ങയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തോരൻ റെഡിയാണ്. മറ്റൊരു വീഡിയോയുമായി വരാം. അപ്പോൾ ഓക്കെ, ബൈ.